ഉണ്ണി നന്നായി. ഹലോ, അപ്പോൾ നമുക്ക് വൈറലായിട്ടുള്ള ഒരു മാംഗോ വെച്ചിട്ടുള്ള ഐസ്ക്രീം റെസിപ്പി ഒന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 6-7 മണിക്കൂർ ഫ്രീസ് ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിലൊരു സ്പൂൺ പോലെ വെച്ചിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതിന് ശേഷം അപ്പോൾ തലേ ദിവസം അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ട് ഈ റെസിപ്പി ചെയ്യണത്. അപ്പോൾ അത് നല്ലതായിട്ട് ഫ്രീസായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കയ്യിലാണ് ചെയ്യേണ്ടത്. അതാകുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങ നമ്മൾ കുറേ നേരം ഫ്രീസ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ചോക്ലേറ്റും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണി ഇങ്ങനെ ചോക്ലേറ്റ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിലത്തെ അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കടിച്ച് കഴിക്കണം എന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ കടിച്ച് കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല തടുപ്പിച്ചത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോക്ലേറ്റും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഐസ്ക്രീമൊക്കെ മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ഉണ്ണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ആദ്യം ചോക്ലേറ്റ് മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ആ ചോക്ലേറ്റിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ഐസ്ക്രീമൊക്കെ മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല ഫ്രീസ് ആയതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായപ്പോൾ എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. താങ്ക് യു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മാങ്ങ സീസണൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.